ഒഡീഷയിൽ സ്വർണ്ണമല കണ്ടെത്തിയെന്ന വാർത്ത സത്യമാണോ? ജനങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കുന്നതാണോ? ഇന്ത്യയിൽ ഇനി സ്വർണം ഇരുമ്പ് വിലയിൽ ലഭിക്കുമെന്ന വാർത്ത വ്യാജമോ? ഏപ്രിൽ 1 വിവിധ ന്യൂസ് ചാനലുകളിൽ കൂടി പുറത്തായ ഈ വാർത്ത ജനങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ട. എത്ര കുഴിച്ചാലും തീരാത്ത അത്ര സ്വർണമുണ്ടെന്നാണ് ഒഡീഷ സർക്കാർ പറയുന്നത്. സമ്പത്തിൻ്റെയും സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും ഏറ്റവും വിശ്വസനീയവും സുരക്ഷിതവുമായ പ്രതീകങ്ങളിലൊന്നായാണ് സ്വർണം അറിയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥകളുടെ ഒരു മൂലക്കല്ലായി ഇതിനെ മാറ്റിയ അതിൻ്റെ മൂലകമൂല്യം കാരണം നൂറ്റാണ്ടുകളായി മനുഷ്യ ചരിത്രത്തിൽ ഇതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. സമ്പദ് വ്യവസ്ഥകളിൽ മാത്രമല്ല, ഹിന്ദു പുരാണങ്ങളിലും സ്വർണത്തിന് അഭേദ്യമായ പ്രാധാന്യമുണ്ട്. അവിടെ വിശുദ്ധിയെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്ന ദിവ്യ പ്രതീകാത്മകതയാൽ സ്വർണം ആഴത്തിൽ നെയ്തെടുക്കപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠം സ്വർണത്താൽ അലങ്കരിച്ചിരിക്കുന്നതായും സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ സ്വർണ താമരയിൽ ഇരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിനു പുറമെ ചരിത്രപരമായി സ്വർണം ഒരു സുപ്രധാന വിനിമയ മാധ്യമവും സമ്പത്തിൻ്റെ ഒരു ശേഖരവുമാണ്. പുരാതന നാഗരികതകൾ മുതൽ ആധുനിക കാലം വരെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളെ നേരിടാനുള്ള കഴിവ് കാരണം ഇത് വളരെയധികം വിലമതിക്കപ്പെടുന്നു. സാമ്പത്തിക അസ്ഥിരതയിലും പണപ്പെരുപ്പത്തിനെതിരായ ഒരു വേലിയായും സ്വർണം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തവണ ഇന്ത്യക്ക് ശരിക്കും ഒരു ജാക്ക്പോട്ടിൽ എത്തിയതായി തോന്നുന്നു. കാരണം ഇന്ത്യയിലെ ഒരു ധാതു സമ്പന്നമായ സംസ്ഥാനമായ ഒഡീഷയിൽ ഈ വിലയേറിയ ലോഹത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണ ഖനനത്തിന് ഒരു പുതിയ കേന്ദ്രമായി ഒഡീഷ മാറിയിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ സമൃദ്ധിക്ക് പേരുകേട്ട സംസ്ഥാനമാണിത്. ഇത്തവണ ഈ കണ്ടെത്തലുകൾ പ്രയോജനപ്പെടുത്താനും ഖനന വ്യവസായം വളർത്താനും ഒരു മികച്ച അവസരമാണ്. ഒഡീഷയിലെ ഖനിമന്ത്രി വിഭൂതി ജന ഈ ഫലങ്ങൾ സ്ഥിരീകരിച്ചു. അദ്ദേഹം ഒരു വലിയ സ്വർണ്ണഖനി ലേലത്തിനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ സുന്ദർഗഡ്, നവരംഗ്പൂർ, കിയോഞ്ചർ, ദിയോഗഡ് തുടങ്ങിയ ജില്ലകളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മാൽക്കാൻ നഗരി, സാമ്പൽപൂർ, ബൗദ്ധ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും പര്യവേക്ഷണം ചെയ്യപ്പെടുന്നു. ജാഷിപൂർ, സൂര്യഗുഡ, റുവാൻസി, ഇഡൽകുച്ച, മാരേദ്ഹി, സുലൈപത്, ബദാംപഹാദ് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ പഠനങ്ങളും കൂടുതൽ ഗവേഷണങ്ങളും നടക്കുന്നു. മയൂർഭഞ്ച് ജില്ലയും മഞ്ഞലോഹ നിക്ഷേപത്തിന് സാധ്യത കാണിക്കുന്നു. അദാസാരാംപള്ളിയിൽ മുമ്പ് കരുതൽ ശേഖരം കണ്ടെത്തിയ ദിയോഗഡ് ജില്ലയാണ് പ്രധാന കണ്ടെത്തലുകളിൽ ഒന്ന്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ ഈ പ്രദേശത്ത് G2 ലെവൽ പര്യവേക്ഷണം നടത്തുകയും ചെമ്പ് ഉൾപ്പെടെ നിരവധി ധാതു വിഭവങ്ങളുടെ സാധ്യത പരിശോധിക്കുകയും ചെയ്യുന്നു. കിയോഞ്ചർ ജില്ലയിൽ ഗോപൂർ, ഗാസിപൂർ, മങ്കാച്ചുവാൻ, സിലിക്കാന, ദിമിരിമുണ്ട എന്നിവയാണ് ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന സ്ഥലങ്ങൾ. സാമ്പത്തിക വളർച്ചയ്ക്കായി ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ദിയോഗഡിന്റെ പ്രതിബദ്ധത വരാനിരിക്കുന്ന സ്വർണ്ണഖനന ബ്ലോക്ക് ലേലത്തിൽ കാണാൻ കഴിയും. ഇത് സംസ്ഥാനത്തിന് ഒരു പ്രധാന സംഭവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ, GSI, സംസ്ഥാന സർക്കാർ എന്നിവയെല്ലാം ഖനന പ്രക്രിയയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. വാണിജ്യവൽക്കരണത്തിന് മുമ്പ് കണ്ടെത്തിയ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ പ്രായോഗികത സാങ്കേതിക സമിതികൾ വിലയിരുത്തും. മറ്റ് ജില്ലകളിൽ നടത്തുന്ന പ്രാഥമിക സർവേകളിൽ നിന്ന് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2025 അന്തിമ റിപ്പോർട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലോഹ നിക്ഷേപങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് രാജ്യത്തിൻ്റെ സ്വർണ്ണ ആവശ്യകത നിറവേറ്റുന്നതിനായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വ്യാപാര സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും വിദേശ നാണ്യ കരുതൽ ശേഖരം നിലനിർത്തുകയും ചെയ്യും. ഇതിനു പുറമെ ഈ കരുതൽ ശേഖരണത്തിൻ്റെ വാണിജ്യവൽക്കരണം തൊഴിലവസരങ്ങളും വ്യാവസായിക വളർച്ചയും വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ഖനനത്തിലും അനുബന്ധ വ്യവസായങ്ങളിലും. ഖനിലേലങ്ങൾ സംസ്ഥാനത്ത് നിക്ഷേപം ആകർഷിക്കുകയും പ്രാദേശിക വികസനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒഡീഷയിലെ ഗണ്യമായ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ കണ്ടെത്തൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു വാഗ്ദാനമായ അവസരം നൽകുന്നു. ഖനനത്തിനും വാണിജ്യവൽക്കരണത്തിനുമുള്ള പദ്ധതികളോടെ ഈ കണ്ടെത്തൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വ്യാപാര സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ സംഭവ വികാസങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ആഗോള സ്വർണ്ണ വിപണിയിൽ ഒരു പ്രധാന കളിക്കാരനാകാനുള്ള സാധ്യത സംസ്ഥാനത്തിനുണ്ട്.
ഇത് അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും.